വീണ്ടെടുപ്പു നാളേറ്റമടുത്തു പോയി. എൻ നിത്യ വീടോടു ഞാൻ അടുത്തിടുന്നു, എൻ നിത്യ വീടോടു ഞാൻ അടുത്തിടുന്നു. നിമിഷം തോറും ജീവൽ പ്രത്യാശയാൽ, നിമിഷം തോറും ജീവൽ പ്രത്യാശയാൽ നാളുകൾ കഴിച്ചിടും ഞാൻ ഈ മരുവിൽ, നാളുകൾ കഴിച്ചിടും ഞാൻ ഈ മരുവിൽ. എൻ വീണ്ടെടുപ്പു നാളേറ്റമടുത്തു പോയി. എൻ നിത്യ വീടോടു ഞാൻ അടുത്തിടുന്നു, എൻ നിത്യ വീടോടു ഞാൻ അടുത്തിടുന്നു. വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ദൈവവചനവും യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യവും നിമിത്തം പത്മോസിലേക്ക് നാടുകടത്തപ്പെട്ട യോഹന്നാന് ലഭിച്ച ഒരു ദർശനമാണ് വെളിപ്പാട് 4:1 മുതൽ 7:17 വരെയുള്ള വാക്യങ്ങൾ. ഈ ദർശനത്തിൽ സ്വർഗത്തിലേക്ക് തുറക്കപ്പെട്ട വാതിലും അതിൽ കൂടി സ്വർഗത്തിലേക്ക് പ്രവേശിപ്പാനുള്ള ക്ഷണവും യോഹന്നാന് ലഭിക്കുന്നു. തുടർന്ന് ആത്മവിവശനായ യോഹന്നാൻ സ്വർഗത്തിൽ വച്ചിരിക്കുന്ന സിംഹാസനവും സിംഹാസനത്തിൽ ഇരിക്കുന്നവനെയും സിംഹാസനത്തിന് ചുറ്റും നിന്ന് ആർക്കുന്ന വിവിധ രൂപത്തിലും ഭാവത്തിലുമുള്ളവരെയും കാണുന്നു. ഈ ദർശനത്തിൽ കാണുന്ന വെള്ള നിലയെങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി ആർത്തുകൊണ്ട് നിൽക്കുന്ന പുരുഷാരത്തെക്കുറിച്ച് വിവരിക്കുന്ന ഭാഗമാണ് വെളിപ്പാട് 7:9 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിൽ നിന്നുള്ളതായി ആർക്കും എണ്ണി പൂർത്തീകരിക്കുവാൻ സാധിക്കാത്ത ഒരു മഹാപുരുഷാരത്തെയാണ് യോഹന്നാൻ അവിടെ കാണുന്നത്. അവർ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനമായി തങ്ങൾക്ക് ലഭിച്ച രക്ഷയെക്കുറിച്ച് ഉച്ചത്തിൽ ആർത്തുകൊണ്ടിരിക്കുന്നു. ഈ വിധത്തിൽ ആർത്തുകൊണ്ടിരിക്കുന്ന പുരുഷാരത്തെ കണ്ടുകൊണ്ട് മൂപ്പന്മാരിൽ ഒരുവൻ ചോദിക്കുന്ന ചോദ്യമാണ് 7:13. വെള്ളം നിലയെങ്ക് ധരിച്ചിരിക്കുന്ന ഇവർ ആർ? എവിടെ നിന്ന് വന്നു? ഈ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് 7:14 വാക്യം. ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാൻ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നവർ, അതായത് യേശുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരായി സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും ഉള്ളവരായി എണ്ണി തീർക്കുവാൻ സാധിക്കാത്ത വിശുദ്ധന്മാർ ഒരു കൂട്ടം. അവർ കുരുത്തോലയും കൈകളിൽ വഹിച്ച് കുഞ്ഞാടിനു മുൻപാകെ നിന്നുകൊണ്ട് ഉച്ചത്തിലാർക്കുകയാ. അവർ തങ്ങൾക്ക് ലഭിച്ച വീണ്ടെടുപ്പ് ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനമാകുന്നു എന്ന ആർക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പിൻ പദ്ധതിയിൽ ഉൾപ്പെടുന്നവർ അവരെ എണ്ണിത്തീർപ്പാൻ കഴിയില്ല എന്ന ഇവിടെ ഓർപ്പിക്കുന്നത്. ലൂക്കോസ് 13:23 ഒരുവൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരമായി കർത്താവ് നൽകിയ മറുപടി 29 വാക്യം. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും തെക്ക് നിന്നും വടക്ക് നിന്നും അനേകർ വന്ന് ദൈവരാജ്യത്തിൽ പന്തിയിൽ ഇരിക്കും. കർത്താവ് പറഞ്ഞ 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കപ്പെട്ട വലിയ പുരുഷാരമാണ് ഇവിടെ യോഹന്നാൻ തൻ്റെ ദർശനത്തിൽ കണ്ടവരായി ആർത്തുകൊണ്ടിരിക്കുന്നത്. ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവരാണ്. യേശുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ചവരാണ്. അവർ ഭൂമിയിലുള്ള ഒരു സഭയുമല്ല, പിന്നെയോ ഈ ലോകത്തിലെ എല്ലാ ക്രൈസ്തവ സഭകളിൽ നിന്നും യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിൻ്റെ കൂട്ടമാണ്. വീണ്ടെടുക്കപ്പെട്ട ദൈവജനം പാടുന്നത് രക്ഷ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനം എന്ന. രക്ഷ വില കൊടുത്തു വാങ്ങുവാൻ സാധ്യമല്ല. എഫേസ്യർ 2:8 പറയുന്നത്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. രക്ഷ ദൈവത്തിൻ്റെ ദാനമാകുന്നു എങ്കിലും വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നതിന് നാം ചെയ്യേണ്ടതായ ഒരു പ്രവൃത്തി കൂടി ഉണ്ട്. അതായത് നമ്മിലുള്ള എല്ലാ മലിനതകളും യേശുവിൻ്റെ രക്തത്താൽ കഴുകി കളയണം. നാം ശുദ്ധീകരണം പ്രാപിക്കണം. അതായത് പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെട്ട അനുഭവം. യേശു കർത്താവ് തൻ്റെ മരണത്തിൽ കൂടി നമുക്കായി സമ്പാദിച്ചിരിക്കുന്ന
രക്ഷ വിശ്വാസത്താൽ അനുഭവം ആക്കണം. ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു എന്ന പൂർണ്ണ വിശ്വാസത്താൽ പാപത്തെക്കുറിച്ച് യഥാർത്ഥമായി അനുതപിച്ച് അവയെ ഏറ്റുപറയണം. അപ്പോൾ അവൻ കാൽവറിയിൽ ഒഴുക്കിയ രക്തത്താൽ നമ്മെ കഴുകി ശുദ്ധീകരിക്കും. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. 1 യോഹന്നാൻ 1:7. യേശുവിൻ്റെ രക്തത്താൽ നമുക്ക് നീതീകരണമുണ്ട്. റോമർ 5:9. യേശുവിൻ്റെ രക്തത്താൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. എഫെസ്യർ 1:7. യേശുവിൻ്റെ രക്തം നമ്മിലുള്ള നിർജീവ പ്രവൃത്തികളെ പൊക്കി ശുദ്ധീകരിച്ച് ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നമ്മെ പ്രാപ്തരാക്കുന്നുവെന്ന എബ്രായർ 9:14 പറയുന്നത്. സിംഹാസനം ചുറ്റും നിൽക്കുന്ന പുരുഷാരത്തോടൊപ്പം നാം ഉൾപ്പെടണമെങ്കിൽ യേശുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട് രക്ഷ അവകാശമാക്കണം. രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവർ രാപ്പകൽ ദൈവത്തെ ആരാധിക്കുന്നു. അവർക്ക് വിശപ്പില്ല, ദാഹമില്ല, വെയിലും ചൂടുമില്ല. ഈ ഭൂമിയിൽ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സകല കഷ്ടങ്ങളിൽ നിന്നുമുള്ള മോചനമാണ് അവർക്ക് ലഭിക്കുന്നത്. അതെ, കുഞ്ഞാടിനാൽ കണ്ണുനീർ തുടയ്ക്കപ്പെടുന്ന അനുഭവം, കുഞ്ഞാടിനാൽ പരിപാലിപ്പിക്കപ്പെടുന്ന അനുഭവം, ഏറ്റവും സന്തോഷകരമായ അനുഭവം അതാണ് അവിടെ ലഭിക്കുന്നത്. ആ സന്തോഷം അനുഭവമാക്കുവാൻ കുഞ്ഞാൻ്റെ രക്തത്താലുള്ള ശുദ്ധീകരണം മാത്രം മതി. കർത്താവേ, തിരുരക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ എന്നെയും ചേർക്കണമേ. ആമേൻ. മാറാജലം ഞാൻ കുടിച്ചിടിലും, മാറാജലം ഞാൻ കുടിച്ചിടിലും, കൈപ്പേറിയ ദിനമെന്നെ എതിരേറ്റാലും, കൈപ്പേറിയ ദിനമെന്നെ എതിരേറ്റാലും, മാധുര്യമേറിടുന്ന നിൻ വചനം, മാധുര്യമേറിടുന്ന നിൻ വചനം, എന്നാവിനവ അതിമധുരം തന്നെ, എന്നാവിനവ അതിമധുരം തന്നെ. എൻ വീണ്ടെടുപ്പു നാളേറ്റം അടുത്തുപോയി, എൻ നിത്യവീടോടു ഞാൻ അടുത്തിടുന്നു. നിത്യമഹത്വത്തിൻ വാസമൊത്താൻ, നിത്യമഹത്വത്തിൻ വാസമൊത്താൻ, ആ സന്തോഷമെന്നുള്ളിൽ തിങ്ങിടുന്നു, ആ സന്തോഷമെന്നുള്ളിൽ തിങ്ങിടുന്നു. മനോവേലനെ നിനക്കെന്തും ചെയ്യുവാൻ, മനോവേലനെ നിനക്കെന്തും ചെയ്യുവാൻ, ഒരുങ്ങി നിന്നിടും ഞാൻ അന്ത്യം വരെ, ഒരുങ്ങി നിന്നിടും ഞാൻ അന്ത്യം വരെ. എൻ വീണ്ടെടുപ്പു നാളേറ്റം അടുത്തുപോയി, എൻ നിത്യവീടോടു ഞാൻ അടുത്തിടുന്നു, എൻ നിത്യവീടോടു ഞാൻ അടുത്തിടുന്നു. ഈ ലോകസ്ഥാനങ്ങൾ നശ്വരമാ, ഈ ലോകസ്ഥാനങ്ങൾ നശ്വരമാ, എന്നെണ്ണി ഞാൻ മുൻപോട്ടു യാത്ര ചെയ്യും, എന്നെണ്ണി ഞാൻ മുൻപോട്ടു യാത്ര ചെയ്യും. ഒടുവിൽ ഞാൻ പ്രിയന്റെ കൂടെ വാഴും, ഒടുവിൽ ഞാൻ പ്രിയന്റെ കൂടെ വാഴും. പാട്ടി പുകട്ടിടുന്ന പുതുഗാനങ്ങൾ, പാട്ടി പുകട്ടി